ചുമ്മാ ഇരിക്കും അതിനെ. ഒരു ബട്ടൺ പോയെന്നല്ലേ ഉള്ളൂ. എനിക്ക് വേറെ ഉണ്ടല്ലോ യൂണിഫോം. സൗകര്യം പോലെ എപ്പോഴെങ്കിലും ഗൗരി തയ്ച്ചു വെച്ചോളും. അങ്ങോട്ട് ഇരുന്നേ. ശരി, ഇരുന്നു. വാ. വീടിന് ഹോസ്പിറ്റലിനും ഇടയിലുള്ള ഓട്ടത്തിനിടെ പാവം ഗൗരി ചേച്ചിക്ക് അതിനെവിടെ നേരം. ഇപ്പൊ തന്നെ ചെയ്തില്ലേ, ഞാനാണെങ്കിൽ അതങ്ങ് മറന്നു പോവുകയും ചെയ്യും. ഇതൊരു ബെഡ്റൂം ആണെന്ന് നിനക്ക് അറിയില്ലേ മൈനെ? പ്രായം ഇത്രയായില്ലേ? ഇനിയെങ്കിലും ബേസിക് മാനേഴ്സ് അറിഞ്ഞ് പെരുമാറാൻ പഠിക്കുക. ചേച്ചി, നീ ഒന്നും പറയണ്ട. അല്ല സൂചി, കുറെ നാളായി നിന്നോട് ഇത് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോഴൊക്കെ വേണ്ടെന്ന് വെച്ചത് കണ്ടറിഞ്ഞ് പെരുമാറിക്കോളൂന്ന് കരുതിയിട്ടാ. അപ്പൊ അവള് പറയിച്ചടങ്ങും. ഹരി കൂടി മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. സ്വന്തം പെങ്ങളാണെങ്കിൽ കൂടി ഒരു പ്രായം കഴിഞ്ഞാൽ ചില ലിമിറ്റേഷൻസ് ഉണ്ടാവണം. രണ്ട് ഭാഗത്തു നിന്നും. ഇതിപ്പോ സ്വന്തം പെങ്ങളൊന്നും അല്ലല്ലോ. അനാഥയാന്നുള്ള സിമ്പതിയിൽ അഭയം കൊടുത്തു എന്നുള്ളതൊക്കെ ശരിയാ. പക്ഷെ അത് ഒട്ടകത്തെ കൂടാരത്തിൽ കയറ്റി അറബിയുടെ കഥ പോലെ ആവരുത്. കഷ്ടം. എന്താടോ, എന്താ വല്ലാതിരിക്കുന്നേ? എന്താടോ ഇത്? എന്തു പറ്റി? ഇത്രയുള്ളോ താൻ? ഞാൻ തന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലല്ലോ കരുതിയത്. ഞാനൊന്നുമല്ല സിദ്ധാർത്ഥ, ആർക്കും വേണ്ടാത്തൊരു പാഴ്. എന്തു പറ്റി മൈനെ? എന്താ പ്രശ്നം? പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ തന്നെയാ. അടുക്കള ചുമരുകളിൽ ഒതുങ്ങി കഴിയേണ്ടവൾ നിലമറന്നു. പാടില്ലായിരുന്നു പരിധികളും പരിമിതികളും മറക്കാൻ. ആര് പറഞ്ഞു ഈ മൈനക്കുട്ടിയെ അടുക്കള ചുവരുകൾക്കുള്ളിൽ പൂട്ടിയിടാനുള്ളതാണെന്ന്? ആരും പറയാതെ അറിയണം. ഊണിലും ഉറക്കത്തിലും നിൽപ്പിലും നടപ്പിലും ഒക്കെ അത് ഓർമ്മയുണ്ടാവണം. ആരും ഇല്ലാത്തവളാണെന്ന്. നിലമറന്ന ഇപ്പോ തുണയായിട്ടുള്ളവര് കൂടി കൈവിട്ട് കളയുമെന്ന്. ഈ പടിയിറങ്ങേണ്ടി വന്ന നിലയിലെ കയത്തിലേക്ക് വീഴുന്നെന്ന്. ആര് പറഞ്ഞു ഈ മൈനപ്പെണ്ണിന് കൂട്ടുകൂടാനൊരു ചില്ലയില്ലാന്ന്? ഈ സിദ്ധാർത്ഥനില്ലേ മോളുടെ കൂടെ? നേരെ ഒരുപാടായി. കിടക്കുന്നില്ലേ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്തു പറ്റി? വളരെ ക്രൂവലായി പോയി നീ. മൈനയുടെ കാര്യമാണോ ഹരി ഉദ്ദേശിച്ചത്? അത് തന്നെ. അങ്ങനെയൊന്നും നീ പെരുമാറാനോ പറയാനോ പാടില്ലായിരുന്നു. നിന്നിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാവുന്ന ഒന്നായിരുന്നില്ല അത്. സോറി ഹരി, പെട്ടെന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വളർന്ന സാഹചര്യം അങ്ങനെയായിരുന്നു എന്ന് ഹരിക്ക് അറിയാവുന്നതാണല്ലോ. എല്ലാത്തിനും ഒരു ചിട്ട ഉണ്ടാവണം. മൈനയെ അനാഥ എന്നൊക്കെ വിളിച്ചത് അവളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും.
ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞു പോയതാ. ഐ അഡ്മിറ്റ് ഇറ്റ്. പക്ഷെ നാളെ അവള് വേറൊരു വീട്ടിൽ ചെന്ന് കയറേണ്ട പെണ്ണാ. അപ്പോഴും അവൾ ഇതുപോലെയൊക്കെ തന്നെ പെരുമാറിയാൽ? ബേസിക് മാനേഴ്സ് പോലും ഇവൾക്ക് അറിയില്ലേ എന്ന് അവർ നമ്മളോടല്ലേ ചോദിക്കുക? അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട രീതികളുണ്ടല്ലോ ഗൗരി. ലുക്ക് ഹരി, ദേഷ്യപ്പെടേണ്ടടുത്ത് നമ്മൾ ദേഷ്യപ്പെടുക തന്നെ വേണം. അതിനു പകരം ചിരിച്ചു കാണിച്ച അവൾ പിന്നെ ഇത് തന്നെ ആവർത്തിക്കും. മൈനയുടെ സ്ഥാനത്ത് മാനസയായിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ പെരുമാറുമായിരുന്നു. ഒന്ന് ശാന്തമായിട്ട് ആലോചിച്ചാൽ മൈനയ്ക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇന്ന് അവളത് മനസ്സിലാക്കിയില്ലെങ്കിലും സ്നേഹം നടിച്ചവരെക്കാൾ ഭേദം ശാസിച്ചവരും ശിക്ഷിച്ചവരുമായിരുന്നു എന്ന് ഏതെങ്കിലും കാലത്ത് അവൾ മനസ്സിലാക്കാതിരിക്കില്ല. കൊടുങ്കാറ്റിൽപ്പെട്ട ഒറ്റമരം പോലെയായി ഇപ്പൊ എന്റെ ജീവിതം. ഈ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങി കൂട്ടുകൂടാൻ മാത്രമായി ഒരു ചില്ലി ഒരുക്കി വെക്കുമ്പോ ഒപ്പം കൂട്ടട്ടെ ഈ മൈനക്കുട്ടിയെ ഞാൻ. വരുന്ന വരവിന്റെ ഒരു അഴകുണ്ടോ? ആണുങ്ങളായാൽ ചിലപ്പോ കുടിച്ചെന്നിരിക്കും. അതിലെത്ര വലിയ പുതുമയൊന്നുമില്ല. കുടിക്കേണ്ടെന്ന് ആര് പറഞ്ഞു? ഇങ്ങനെ വലിച്ചു കേറ്റണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ആ ചേച്ചി ഒരു പരസ്യം കണ്ടിട്ടില്ലേ? സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യെന്നും പറഞ്ഞ്. അതുപോലെ സന്തോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ കുടിക്കാതെ ഭജന പാടാൻ പറ്റുമോ ചേച്ചി? എന്താണ് അത്ര വലിയ സന്തോഷം? അംബിക എന്നും പറഞ്ഞിട്ടൊരു പെണ്ണ് കുറെ ദിവസമായിട്ട് ഞങ്ങളായിട്ട് വട്ടം ചുറ്റിക്കാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? ഉവ്വ്, പറഞ്ഞിരുന്നു. അവൾ ആരാന്നറിയാവോ? മാനസയെ കെട്ടാൻ പോകുന്ന വേണുഗോപൻ എന്ന പയ്യന്റെ സെറ്റപ്പ്. നേരോ? നേരാണോന്നോ? അവനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അതിന്റെ ഓർമ്മയ്ക്കായി ഒരു കൊച്ചിനെ കൂടി ഫ്രീ ഗിഫ്റ്റ് ആയി കൊടുത്തിട്ടുണ്ട് വേണുഗോപൻ. ഇട്ടുമൂടാൻ പണമുള്ള പെണ്ണിനെ കണ്ട് കണ്ണു മഞ്ഞളിച്ചപ്പോ വേണുഗോപനും തന്തയ്ക്കും അവളെ എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടണം. ഇതിനിടയില് അങ്ങനെയുണ്ട് ഒരു കഥ. പറഞ്ഞു തെറ്റിക്കല്ലേ ചേച്ചി? അതാണ് മെയിൻ കഥ. നമ്മൾ കുറെ നാളെ കഥ അറിയാതെ ആട്ടം കാണുക ആടെ ചെയ്തു മാത്രം. എന്നാൽ അതൊന്ന് മാനസ അറിഞ്ഞിരിക്കണ്ടേ മുത്തശ്ശ? കല്യാണം മുടങ്ങിയ അവളുടെയും ആ ഹരിയുടെ ഒക്കെ അഹങ്കാരം ഒന്ന് കുറയും. വെറുതെ അല്ലടി പറയണത്. പെണ്ണിന്റെ തലയിൽ തലച്ചോറിന് പകരം നിലാവിളിച്ചാന്ന്. കറക്റ്റ്. മാനസ അറുപഴയായ ഒരുത്തനെയോ കള്ളനെയോ കൊലപാതകയെയോ ആരെ വേണമെങ്കിലും കെട്ടട്ടെ. അവൾ ആ വീടിന്റെ പടി ഇറങ്ങിയാലേ മൈനയെ നമുക്ക് അവിടെ ഇറക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ വിവാഹം നടക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്. മൈനയ്ക്ക് വേണ്ടി ആരെയും കൊല്ലാനെന്നല്ല, ചാവാൻ പോലും ഞാൻ തയ്യാറാ. ഒരു വെടിക്ക് 3 പക്ഷിയും ഒപ്പം എന്റെ മൈനപ്പെണ്ണും. മൈന, ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. എന്ത്? ഞാനൊരുക്കുന്ന കൂട്ടിലേക്ക് ഈ മൈനക്കിളി പറന്നു വരുമെന്ന്. ഞാനൊരു പാവ. അതിന് എനിക്ക് അറിയത്തില്ല.
എനിക്കൊന്നും അറിയത്തില്ല. സുമിത്ര ഇതുവരെ പേടിച്ചോടിയിട്ടില്ല മോളെ. ഇത് പക്ഷേ എന്റെ ഗോപുവിന്റെ കാര്യം കൂടി ഉള്ളതുകൊണ്ടാ. മോളെ, അമ്മേ, അമ്മേ, എന്താ എന്തു പറ്റി മോളെ? ഗോപുവിനെ കാണാനില്ല അമ്മേ. എന്താ മോളെ നീ പറഞ്ഞേ? എല്ലായിടത്തും നോക്കിയോ? ഇവിടെ എല്ലായിടത്തും നോക്കി, ഇവിടെ എങ്ങും ഇല്ല. ദൈവമേ, ഇനി പുറത്തേക്കോ മറ്റും പോയോ? അവളിരുന്ന് കളിക്കുന്നത് കണ്ടിട്ടാ ഞാൻ കിച്ചണിലേക്ക് പോയത്. 10-20 മിനിറ്റേ ആയിട്ടുള്ളൂ. ഡോറെല്ലാം ഉള്ളിൽ നിന്ന് ലോക്കാണല്ലോ. അതെ, അപ്പൊ ഇനി അപ്സ്റ്റെയറിൽ നോക്കാനുള്ളൂ. ആന്റി, ആന്റി, ശബ്ദം ഉണ്ടാക്കാതെ അവൾ ഉറങ്ങിക്കോട്ടെ. ഉറങ്ങുമ്പോ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരേ മുഖമാ. ഒരു മാലാഖ കുട്ടിയുടെ മുഖം. എന്റെ റോസന്നയ്ക്കും ഇതേ മുഖമായിരുന്നു ഉറങ്ങുമ്പോ. പക്ഷെ എന്ത് ചെയ്യാനാ, അവൾക്ക് ഉറക്കം തീരെ ഇല്ലായിരുന്നു. ഉറക്കമൊന്നല്ല, മറ്റു കുട്ടികൾക്കുള്ള ഒരു സൗഭാഗ്യങ്ങളും അവൾക്കില്ലായിരുന്നു. ഒരു മഞ്ഞുതുള്ളിയിൽ പ്രതിബിംബിക്കുന്ന പ്രപഞ്ചമോ പ്രഭാതത്തിൽ ആദ്യം വിടരുന്ന പൂവോ കണ്ട് എന്റെ മോള് സന്തോഷിച്ചിട്ടില്ല. തിരിച്ചറിവായ ശേഷം 1000 സൂര്യന്മാരെ പോലെ ശരീരത്തിൽ അനുനിമിഷം പൊട്ടിവിടരുന്ന വേദന. അമ്മ മാത്രമായിരുന്നു അവൾക്ക് മുന്നിലെ സത്യം. ആമാശയ ക്യാൻസർ. തിരിച്ചറിയാൻ വൈകി. ആശുപത്രി വരാന്തകൾ, സ്കാനിംഗ് സെന്ററുകൾ, ലബോറട്ടറികൾ, അതായിരുന്നു എന്റെ കുഞ്ഞിന്റെ ലോകം. ഒരത്ഭുതവും സംഭവിക്കാനില്ലായിരുന്നു. കരുണ ചൊരിയാൻ ഒരു ദൈവവും ഇല്ലായിരുന്നു. കടുത്ത പെയിൻ കില്ലറുകളെ പോലും കീഴടക്കി വേദന ശരീരത്തിൽ ഉഗ്ര താണ്ഡവമാടുന്ന രാത്രികളിൽ എന്റെ കുഞ്ഞെന്നോട് കെഞ്ചുമായിരുന്നു. മമ്മ, എന്നെ ഒന്ന് ഉറക്കി തരുമോ എന്ന് ചോദിച്ച്. യാചനകൾ കേട്ട് മനസ്സ് തകർന്ന ഒരു രാത്രി അവളുടെ മുടിയിഴകളിൽ തഴുകി ഞാൻ ആ കുഞ്ഞു കാതുകളിൽ മന്ത്രിച്ചു, ഉറക്കിത്തരാം എന്റെ കുഞ്ഞിനെ. എന്നേക്കുമായെന്ന്. ക്യാൻസറിന്റെ 4th സ്റ്റേജിലെത്തിയ ഒരു കുഞ്ഞിന്റെ മരണം, അതിൽ അസ്വാഭാവികമായി യാതൊന്നുമില്ല. എങ്കിലും ഈ ലോകത്തിന്റെ പരിഹാസവും പുച്ഛവും എനിക്ക് ഏറ്റുവാങ്ങേണ്ടിയിരുന്നു. അവശേഷിച്ച ജീവിതം കൊണ്ട് അങ്ങനെ പ്രായശ്ചിത്തം ചെയ്യേണ്ടിയിരുന്നു. അതുകൊണ്ട് ലോകത്തോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ എന്റെ കുഞ്ഞിനെ കൊന്നുണ്ട്.
വില്ലോ മുഖത്തമർത്തി ഒരു മുയൽ കുഞ്ഞിനെ കൊല്ലുന്ന ലാഘവത്തോടെ ഈ മമ്മ ആന്റി കരയല്ലേ ആന്റി? ഹലോ. ഹലോ മാനസ, എന്തിയാ അവിടെ? പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഭക്ഷണം കഴിഞ്ഞു, ഇനിയിപ്പോ ഉറങ്ങണം. കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. അതാ ഞാൻ മാനസയെ വിളിച്ചേ. ഞാനെന്താ ഉറക്ക ഗുളിയോ മറ്റോ ആണോ? മാനസ, എനിക്ക് എന്താണെന്ന് ചോദിച്ചാ അത് പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല. മാനസ, എനിക്കെന്റെ എല്ലാമാണ്. ഇപ്പോ ഞാൻ ഉറങ്ങുന്നതും ഉണരുന്നതും ഒക്കെ മാനസയോടൊപ്പം. അതെങ്ങനെ? മാനസ എപ്പോഴും കൂടെ ഉണ്ടെന്നൊരു തോന്നൽ, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ. ഇടയ്ക്ക് മാനസയുടെ നിശ്വാസം എന്റെ പിൻകഴുത്തിൽ തട്ടിയതുപോലെ തോന്നും. ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോ ആളെ കാണില്ല. ഇടയ്ക്ക് മൃദുവായ ഒരു മൊഴി കാതിൽ വീണതുപോലെ തോന്നും. അപ്പോഴും ആളെ കാണില്ല. പറഞ്ഞില്ലേ, ഞാനിപ്പോ ഒരു സ്വപ്നത്തിന്റെ കുമിളയ്ക്കുള്ളിലാ ജീവിക്കുന്നെ. സാധിക്കുമെങ്കിൽ വേണുഗോപൻ കവിത എഴുതണം കേട്ടോ. നല്ല ഭാവനയുണ്ട്. ഇപ്പോഴിതെന്താ ഇങ്ങനെയൊക്കെയെന്ന് എനിക്കറിയില്ല മനസ്സ. മുമ്പൊരിക്കലും ആരോടും തോന്നിയിട്ടില്ല ഇങ്ങനെയൊന്നും. മനസ്സ് ആലോചിക്കാറില്ലേ എന്നെ കുറിച്ച്? ആലോചിക്കാറുണ്ട്. പക്ഷേ അതിങ്ങനെയൊന്നും പറഞ്ഞറിയിക്കാനുള്ള ഭാഷ എന്റെ കയ്യിലില്ല പൊന്നേ. അപ്പോ ഞാൻ ഉറങ്ങിക്കോട്ടെ മനസ്സ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ ഇത് ഏത് ലോകത്താ? പാല് മുഴുവൻ പോയി. അയ്യോ, ഉച്ചക്കലത്തേക്കുള്ളതൊന്നും ഇതുവരെ റെഡി ആയിട്ടില്ല. അപ്പം മോളെ സ്കൂളിൽ വിടണ്ടേ? എനിക്കായിരിക്കും ജോലിക്ക് പോണ്ടേ? ഇപ്പൊ റെഡിയാക്കും എല്ലാം. ഇനിയിപ്പോ രാവിലത്തെ ചായയേ ഇല്ല. അതെങ്ങനെയാ? സ്വന്തം എന്ന് കരുതി ചെയ്യുമ്പോഴല്ലേ ഏത് ജോലിയോടും ആത്മാർത്ഥത ഉണ്ടാവും.